എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി ആയി അത് ഞാൻ ഇതിനകത്ത് പാത്രത്തിനകത്ത് എടുക്കുകയാണ് ഇങ്ങോട്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ ഇതെടുക്കുന്നത്. ഒരു സെറ്റ് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞ് ഇപ്പം അടുത്ത മാവ് കോരി ഒഴിക്കണം. ഇത് കണ്ടല്ലോ അല്ലേ. തട്ട് ഞാൻ എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായി കിടക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കാണാലോ ഒഴിക്കുന്നത്. അതവിടെ ഇരുന്ന് വേവട്ടെ. അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി വെച്ചേക്കട്ടെ. അടുത്ത് നമുക്ക് ഒരു തക്കാളി ചട്നി അരക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എന്താ ചീനച്ചട്ടി തീ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അവിടെ ഇരുന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവോള, ഒരു ചെറിയ കുഞ്ഞു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 2 കിലോ വേപ്പില, ഇത്ര സാധനം ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് 2 തക്കാളി, 2 തക്കാളി കണ്ടോ, 2 തക്കാളി ഇതും കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തൂടെ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇത് മിക്സിക്കകത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ച ശേഷം കടുക് താളിക്കാം അതിനകത്ത് കേട്ടോ. ഇനി നമുക്കില്ലേ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ വേണം കേട്ട് അരക്കാണ്ട്, ചൂടോടെ മിക്സിക്കകത്ത് കൂടെ ഇത് തക്കാളി സ്മൂത്താവട്ടെ. അപ്പം ഞാൻ എന്തെയ്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിലോട്ടിരിക്കട്ടെ ഇത്. ഇത് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീൻ കറി വെക്കണം. നെയ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കണം. അപ്പോൾ അതിനുള്ള ഞാനെല്ലാം അരച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കറണ്ട് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാവിലെ തന്നെ അരച്ച് വെച്ചു. അപ്പോൾ അരപ്പിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് തേങ്ങ അരച്ചാണ് വെക്കുന്നത്. തേങ്ങ, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ചതക്കാനുള്ള സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, ഈ 2 സാധനങ്ങൾ. പിന്നെ നമ്മൾ കുടംപുളി ചതച്ചിട്ടൊന്നും അല്ല കേട്ടോ. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമുക്കത് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതവിടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ടത് തീ പിടിപ്പിച്ചിട്ട് അടപ്പത്തേക്ക് വെക്കട്ടെ. തീ പിടിപ്പിച്ചിട്ട് മീൻകറിയുടെ കൂട്ട് നമുക്ക് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഒന്ന് ഇളക്കട്ടെ. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഉപ്പ്, പുളി, എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക്
കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്ക് 2-3 പാത്രങ്ങളുണ്ട്, അതൊന്ന് കഴുകി വെക്കട്ടെ. ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, എണ്ണയൊക്കെ ഇട്ടല്ലേ നമ്മളത് വഴറ്റിയത്. ഒരു പേരിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2-3 കടുക് പൊട്ടിക്കാം. ഒരു 3-4 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ല, ഇത് മതി, തക്കാളി ചട്നി ഇത്ര മതി. പിന്നെ നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കലാണ്. അഴുക്കൊന്നുമില്ല, എന്നാലും പണി കഴിഞ്ഞില്ലേ. രാവിലെ ഇതെല്ലാം ഞാൻ അടുക്കളക്കകത്ത് കയറണമെങ്കിൽ രാത്രി തന്നെ എല്ലാം വെക്കും. എന്നാലും വരെ രാവിലെ എഴുന്നേറ്റിട്ടൊന്ന് തൂക്കും. പിന്നെ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഈ അടുക്കള ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇടും. അപ്പം ഇനി കൈക്കല തുണിയും കൂടി കഴുകിയിട്ടാൽ മതി. എല്ലാം കഴുകി. അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ്